ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1862. ഇന്ന് ഫെബ്രുവരി മാസം 4-ാം തീയതി. ഈ ആണ്ടിലെ 35-ാമത്തെ ദിവസത്തിലെത്തി. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനാണോ എന്നാണ് ഒരു ചോദ്യം. അത് ഉള്ളിൽ മുഴങ്ങേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുറെ കൂടി ഗൗരവത്തിൽ പരിഗണിച്ചു തുടങ്ങാമോ എന്നാണ്. ക്രിസ്തുയേശു വാഗ്ദാനം ചെയ്ത വലിയ കാര്യങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ മോഹിച്ചുകൊണ്ടൊന്നും ആകരുത് കേട്ടോ. നമ്മൾ വലിയ വലിയ കാര്യങ്ങളുടെ പിന്നാലെ ഓടുന്നതിനിടയിൽ ഒരുപാട് ചെറിയ കാര്യങ്ങൾ വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ട്. പരിസരത്തുള്ള ചെറിയ മനുഷ്യരും നമ്മളാൽ അവഗണിക്കപ്പെടുന്നുണ്ട്. അവരെ തീരെ കാണുന്നതേയില്ല. ചെറിയ കാര്യങ്ങളിലെ വലിയ നന്മയ്ക്ക് കുറെ കൂടി പ്രാധാന്യം കൊടുക്കണം കേട്ടോ. വലിയ കാര്യങ്ങളിലെ ചെറിയ നന്മയേക്കാൾ അത് ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിയുകയും വേണം. ഓരോരുത്തരുടെയും ഓരോ പ്രവൃത്തിയെയും നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയൊക്കെയാണേലും ആ മാനദണ്ഡങ്ങളൊക്കെ ഒന്ന് പുതുക്കിപ്പണിയേണ്ടത് എത്ര അത്യാവശ്യമെന്നറിയോ. ചെയ്യുന്നവരുടെ ആ പ്രവൃത്തി, ആ കർമ്മം ചെയ്യുന്നവരുടെ ശേഷി കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം ഇനി ഓരോ പ്രവൃത്തിയെയും വിലയിരുത്തേണ്ടത്. ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം അങ്ങേയറ്റം അർപ്പണത്തോടുകൂടി അയാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്തിയുടെ ഏറ്റക്കുറിച്ചിലിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്തരുത്. 10 വയസ്സുകാരൻ മകനോട് വീടും മുറിക്കകവും ഒന്ന് അടിച്ചു വാരാൻ പറയുകയും 7 വയസ്സുകാരൻ മകനോട് മറ്റൊരവസരത്തിൽ അതേ ജോലി പറയുകയും ഒക്കെ ചെയ്ത് ജോലി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ കുറെ കൂടി വൃത്തിയാവുന്നത് ആ 10 വയസ്സുകാരന്റെ പണിയായിരിക്കും. അധികം അഭിനന്ദിക്കണം കേട്ടോ. പക്ഷെ ഒരു താരതമ്യം ചെയ്ത് അഭിനന്ദിക്കരുത്. കാരണം 7 വയസ്സുകാരനും ഒരു പരിമിതിയുണ്ട്. അവന് അവന്റെ ശേഷിക്കൊത്ത് മാത്രമാണ് ഈ കാര്യങ്ങളെ ഗ്രഹിക്കാനും നിർവഹിക്കാനും സാധിക്കുള്ളൂ. നമ്മൾ എപ്പോഴാണ് കുറെ കൂടി ചെറിയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധാലുക്കളായി മാറുന്നത്? ക്രിസ്തുയേശു അത് കാര്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ നമ്മൾ കുറെ കൂടി നല്ല മനുഷ്യനായിട്ട് കൂടി രൂപാന്തരപ്പെടും. 100 രൂപ നൽകാൻ ശേഷിയുണ്ടായിട്ടും 10 രൂപ നൽകിയവനെയും 1 രൂപ മാത്രം നൽകാൻ ശേഷിയുണ്ടായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ 2 രൂപ നൽകിയവനെയും ഒരേ ത്രാസില് നമ്മളിനി അളക്കാൻ പാടില്ല. അവിടെയാണ് നമ്മളുടെ നീതിബോധം കുറെ കൂടി വികസിക്കേണ്ടതും ഉണരേണ്ടതുമൊക്കെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.